ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗം ഉദ്ധാരണക്കുറവിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നാണ്. ഒന്ന് നിയന്ത്രണമില്ലാത്ത ലെവലിലുള്ള പ്രമേഹം, അതായത് അൺകൺട്രോൾഡ് ഡയബറ്റിസ് എന്ന് പറയും. വളരെയധികം ഷുഗർ കൂടിയിരിക്കുന്ന അവസ്ഥ, HbA1c ഒരു 7 മുകളിൽ അല്ലെങ്കിൽ 8.1 മുകളിലേക്ക് പോയാൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു കൺട്രോളും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയും. അങ്ങനെ കൂടിയിരിക്കുന്ന അവസ്ഥ. 2, ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന പ്രമേഹ രോഗം. ഇത് രണ്ടും ഒരുപോലെ തന്നെ ഉദ്ധാരണക്കുറവിന് കാരണമാകുന്നുണ്ട്. പ്രമേഹ രോഗം ഉള്ള രോഗികളും അതില്ലാത്തവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രമേഹ രോഗികളിൽ ഉദ്ധാരണക്കുറവ് വരാനുള്ള ചാൻസ് മറ്റുള്ളവർക്ക് വരുന്നതിനേക്കാളും 10 മുതൽ 15 വർഷം മുൻപേ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഉദ്ധാരണക്കുറവിന്റെ തോത് കൂടുതലാണ്, പെട്ടെന്നത് വരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് 3 ഇരട്ടി സാധ്യത കൂടുതലാണ് ഉദ്ധാരണക്കുറവ് വരാൻ. അങ്ങനെയുള്ള പ്രമേഹ രോഗികളിൽ ഒന്ന്, പ്രമേഹം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. 2, ഉദാഹരണത്തിനുള്ള ചികിത്സ ചെയ്യുക. അതിൽ മരുന്നുകൾ ഫലപ്രദമല്ല അല്ലെങ്കിൽ ദീർഘകാലം മരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇംപ്ലാന്റ് ഓപ്പറേഷൻ വിധേയരായാൽ ഏറ്റവും ഉചിതം അത് തന്നെയായിരിക്കും.